മോസ്കോയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറി ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നേരെ ഡൽഹിയിലോ മുംബൈയിലോ വന്നിറങ്ങാൻ സാധിക്കുന്ന ഒരു കാലം വന്നാലോ? കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ, അവിശ്വസനീയമായിട്ടൊക്കെ തോന്നാം. എന്നാൽ ഇത് വെറുമൊരു സ്വപ്നമല്ല. അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും ഞെട്ടിച്ചുകൊണ്ട് റഷ്യ മുന്നോട്ട് വെച്ച ചരിത്രം തിരുത്തി എഴുതാൻ പോകുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ മാസ്റ്റർ പ്ലാൻ ആണ്. ഹോർമൂസ് കടലിടുക്കിലും ബോസ്ഫറസിലും പാശ്ചാത്യ രാജ്യങ്ങൾ വലവീശി നിൽക്കുമ്പോൾ സമുദ്രപാതകളുടെ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് റഷ്യൻ വൻകരയിൽ നിന്നും നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഭാരതത്തിലേക്കും ഒരു ഇരുമ്പ് പാത തുറക്കപ്പെടുന്നു. റഷ്യൻ ഉപപ്രധാനമന്ത്രി മറാത്ത് ബുസ്നുലിൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയ ഈ ഒരു വിവരത്തിന് പിന്നിൽ വെറും ഒരു ട്രെയിൻ പാത എന്നതിനെല്ലാം അപ്പുറം ഭാരതത്തെ ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമാക്കാൻ പോകുന്ന വലിയൊരു തന്ത്രമുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ കുത്തകയെയും കാറ്റിൽ പറത്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് ഏഷ്യൻ വമ്പന്മാർ ഒന്നിക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വൻ വിപ്ലവം എന്താണ്? ലോക വ്യാപാരത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ഏഷ്യൻ റെയിൽ വിപ്ലവത്തിന് പിന്നിലെ യഥാർത്ഥ വിവരങ്ങളും വിശകലനങ്ങളും നമുക്ക് പരിശോധിക്കാം. അടുത്ത കാലത്തായി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ ഉപപ്രധാനമന്ത്രി മറാത്ത് ഗുസ്നുലിൻ പങ്കുവച്ച വിവരങ്ങൾ ലോക നേതാക്കളെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുകയാണ്. റഷ്യയെ നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രവുമായും ഇന്ത്യയുമായും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാതയുടെ സാധ്യതകളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ മോസ്കോ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിലവിൽ റഷ്യൻ സമുദ്ര വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും സംഭവിക്കുന്നത് ബോസ്ഫറസ് കടലിടുക്ക്, ഹോർമൂസ് കടലിടുക്ക് എന്നിവ വഴിയാണ്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതകളും പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനവും കാരണം ഈ സമുദ്രപാതകൾ എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള ഒന്നല്ല. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് കരമാർഗം വഴി നേരിട്ട് ഇന്ത്യയിലേക്ക് റെയിൽ ലിങ്ക് നിർമ്മിക്കുക എന്ന ആശയം റഷ്യ ശക്തമാക്കുന്നത്. റഷ്യയിൽ നിന്നും ആരംഭിച്ച് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലാണ് ഈ പാതയുടെ പ്രാരംഭ ചർച്ചകളെല്ലാം നടക്കുന്നത്. ലോക വ്യാപാരത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ സമുദ്രപാതകൾ. എന്നാൽ ഇന്ന് ആഗോള വ്യാപാരത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നതും ഈ മേഖലയിൽ തന്നെയാണ്. ഒന്നാമത് നമ്മളിപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് എടുത്ത് നോക്കിയാൽ തന്നെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 25% LNG കയറ്റുമതിയുടെ 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. മധ്യപൂർവേഷ്യയിൽ ചെറിയൊരു സംഘർഷം പോലും ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്താം. ഇനി നമുക്ക് ബോസ്ഫറസ് കടലെടുക്കുന്നെടുത്ത് നോക്കാം. കരിങ്കടലിനെ ലോക വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒരു വഴി തുർക്കിയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. റഷ്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഈ പാതയിലൂടെയുള്ള ചരക്ക് നീക്കം സുരക്ഷിതമല്ലാത്ത ഒന്നായി മാറി. ഇനി നമുക്ക് ചെങ്കടലും ഗാസ സംഘർഷം എടുക്കുമ്പോൾ ഹൂതി വിമതരുടെ ആക്രമണം അത് കാരണം ചെങ്കടൽ വഴിയുള്ള സൂയസ് കനാൽ യാത്ര ഇന്ന് ലോകത്തെ എല്ലാ കപ്പൽ കമ്പനികൾക്കും വൻ ഭീഷണിയാണ്. ആഫ്രിക്കൻ വൻകര ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ അധിക ചിലവിനും ആഴ്ചകളുടെ വൈകലിനും കാരണമാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഓൾ ലാൻഡ് റെയിൽ റോഡ് എന്ന ആശയം റഷ്യ ശക്തമായി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒരു കടൽ മാർഗത്തെയും ആശ്രയിക്കാതെ, ഉപരോധങ്ങളെ ഒന്നും ഭയക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയിലേക്ക് അതിവേഗം ചരക്കുകളും സേവനങ്ങളും എത്തിക്കാൻ റെയിൽവേയേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ല. നിലവിൽ റഷ്യ, ഇറാൻ, ഇന്ത്യ എന്നിവരെ ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ നിലവിലുണ്ട്. 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ശൃംഖല റെയിൽ, റോഡ്, കടൽ മാർഗങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മൾട്ടി മോഡൽ സംവിധാനമാണ്. പരമ്പരാഗത പാതയായ സൂയസ് കനാൽ വഴി ചരക്ക് നീക്കത്തിന് 40 മുതൽ 45 ദിവസം വരെയാണ് സമയം വേണ്ടത്. INSTC പാത സമയം 20 മുതൽ 25 ദിവസമായി വരെ കുറഞ്ഞു. ചിലവ് 30% വരെ ലാഭിക്കാൻ സാധിച്ചു. എന്നാൽ പുതിയതായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പൂർണ്ണമായും കരമാർഗ റെയിൽ പാത നിലവിൽ വന്നു കഴിഞ്ഞാൽ ചരക്ക് നീക്കത്തിന്റെ സമയം വെറും 10 മുതൽ 12 ദിവസമായി കുറയും. കപ്പലുകളിൽ കയറ്റി ഇറക്കുന്നതിലൂടെ സംഭവിക്കുന്ന സമയനഷ്ടവും പോർട്ട് ചാർജുകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കും. പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ സമുദ്രത്തിലെ പൈറസി, അതായത് കടൽ കൊള്ളയോ അത്തരത്തിലുള്ള യാതൊരു ഭീഷണികളെയൊന്നും ഈ പാതയെ ബാധിക്കില്ല. അപ്പോൾ ഈ റെയിൽ പാത യാഥാർത്ഥ്യമായ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് നമ്മുടെ ഇന്ത്യയായിരിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം മറികടന്ന് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കും. റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവ തടസ്സമില്ലാതെ സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കും. പിന്നെ വളവും രാസവളം, ഫെർട്ടിലൈസർ സപ്ലൈക്ക് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായി വലിയൊരു ശതമാനം രാസവളങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. കരമാർഗം വഴി കുറഞ്ഞ ചിലവിൽ വളം എത്തുമ്പോൾ അത് ഇന്ത്യയിലെ കർഷകർക്കും വലിയ ആശ്വാസമാകും. അതുപോലെ തന്നെയാണ് യൂറേഷ്യൻ വിപണിയിലേക്കുള്ള വാതിൽ.
അതായത് റഷ്യയിലേക്ക് മാത്രമല്ല മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, അതായത് മരുന്നുകൾ, IT സാങ്കേതികവിദ്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ എന്നിവയുടെ എല്ലാം വൻ വിപണിയാണ് തുറക്കപ്പെടുക. പിന്നെ പാസഞ്ചർ ട്രെയിനുകളും ടൂറിസവും ഉണ്ടാവും എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അതായത് ഭാവിയിൽ ഈ പാതയിലൂടെ പാസഞ്ചർ സർവീസുകൾ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും മനോഹരവുമായൊരു ട്രെയിൻ യാത്രയ്ക്കായിരിക്കും ലോകം തന്നെ സാക്ഷ്യം വഹിക്കുക. ഏഷ്യൻ വിനോദസഞ്ചാര മേഖലയിൽ ഇത് വൻ വിപ്ലവമായിരിക്കും സൃഷ്ടിക്കുക. ഈ പദ്ധതി വൻ വിജയകരമാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പിൽ ചില വലിയ വെല്ലുവിളികളുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ചില പ്രദേശങ്ങളിലെ ഉയർന്ന മലനിരകളും കഠിനമായ ഭൂപ്രകൃതിയും റെയിൽവേ ട്രക്ക് നിർമ്മാണത്തിന് വൻ ചിലവ് വരുത്തി വയ്ക്കും. ഇനി സുരക്ഷയിലേക്ക് വരാം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം, പാകിസ്ഥാനിലെ സാമ്പത്തിക രാഷ്ട്രീയ തകർച്ച, ഭീകരവാദ ഭീഷണികൾ എന്നിവയെല്ലാം ഈ പാതയുടെ നിർമ്മാണത്തിനും തുടർന്നുള്ള സുഗമമായ പ്രവർത്തനത്തിനുമെല്ലാം വലിയ ചോദ്യചിഹ്നമാണ്. ഇതിലൂടെ എങ്ങനെ വിശ്വസിച്ച് ചരക്ക് നീക്കം നടക്കുമെന്നുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യമാണ്. പാകിസ്ഥാനിലൂടെ കടന്നു പോകുന്നൊരു പാതയിൽ ഇന്ത്യ എത്രത്തോളം സുരക്ഷിതത്വം കാണുമെന്നതും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ചബഹാർ തുറമുഖം വഴി പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബദൽ റെയിൽ പാതകൾക്കും ഇന്ത്യ മുൻഗണന നൽകിയേക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിലെ കുത്തക വ്യാപാര പാതകൾക്കപ്പുറത്തേക്ക് ലോക സാമ്പത്തിക രംഗം വളരുകയാണ്. റഷ്യയും ഭാരതവും ചേരുന്ന ഈ കൂട്ടുകെട്ട് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, മറിച്ച് മൾട്ടി പോളർ വേൾഡ് അഥവാ ഒന്നിലധികം ശക്തി കേന്ദ്രങ്ങളുള്ള പുതിയൊരു ലോകക്രമത്തിന്റെ തെളിവ് തന്നെയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ശക്തമായ ബദലാകാനും ഏഷ്യൻ വൻകരയിലെ സാമ്പത്തിക കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാന ശക്തിയായി ഭാരതത്തെ മാറ്റാനും ഈ റെയിൽ പദ്ധതിക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇത് ഒരു നിർദ്ദേശം മാത്രമാണെങ്കിലും റഷ്യ ഇതിനു വേണ്ടി ഔദ്യോഗിക പഠനങ്ങൾ ആരംഭിച്ചു എന്നത് തന്നെ ഭാരതത്തിന്റെ ആഗോള പ്രസക്തി വിളിച്ചോതുന്ന ഒരു കാര്യമാണ്. റഷ്യയിൽ നിന്നും ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ പാത വരികയാണെങ്കിൽ അത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും. 8 അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് പോലെ അതിലേക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടും. ഭാരതത്തിന്റെ സാമ്പത്തിക കുതിപ്പിന് വേഗം കൂട്ടുന്ന ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.